ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ. കരളീറുമെൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ. നീ വന്നണഞ്ഞാൽ തീരുമെൻ വ്യഥയാർന്ന വിങ്ങൽ ജീവനേ. നീ വന്നണഞ്ഞാൽ തീരുമെൻ വ്യഥയാർന്ന വിങ്ങൽ ജീവനേ. നീ മാത്രമാണെന്നാശ്രയം ആശ്വാസമരുളും സ്നേഹവും. നീ മാത്രമാണെന്നാശ്രയം ആശ്വാസമരുളും സ്നേഹവും. കരൾ നീറുമെൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ. മൃദുലമാം നിൻ മധുരനാദം കേട്ടിടുവാൻ മനസ്സുടഞ്ഞു കാത്തിരിപ്പു. ഏകാകിയായി നീ വരൂ നാഥനേ. നീറുമെൻ പ്രാണനിൽ മോക്ഷമായി നിറയുമോ ജീവനിൽ എൻ പ്രഭോ. കരൾ നീറുമെൻ ഹൃദയം സാഗരം
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 21-ാം വാക്യം മുതൽ വായിക്കാം. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ആദ്യഫലം ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിൽ ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തുവിനുള്ളവർ, ദോസ് ഹു ബിലോങ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിന് അവകാശപ്പെട്ടവർ, ക്രിസ്തുവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. ഒന്നാമത്തെ പുനരുത്ഥാനം. ഞാൻ ക്രിസ്തുവിലാകണം, ക്രിസ്തുവിനാകണം, ക്രിസ്തുവിലാകണം. ഇൻ ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിനാകണം. ഐ മസ്റ്റ് ബി ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അവകാശത്തിലായിത്തീരണം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അവകാശത്തിൽ നാം ഇന്ന് ക്രിസ്തുവിനെ പൂർണ്ണ അവകാശം വിട്ടുകൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ചലനവും ക്രിസ്തു പ്രസാദിക്കുന്നതാണോ? ഓരോ വാക്കും ക്രിസ്തു പ്രസാദിക്കുന്നതാണോ? ദയവായിട്ടൊന്ന് ചിന്തിക്കൂ. നമ്മുടെ പ്രവർത്തികളെല്ലാം, നമ്മുടെ പെരുമാറ്റങ്ങളെല്ലാം, നമ്മുടെ പണമിടപാടുകളെല്ലാം, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം എല്ലാം ക്രിസ്തു പ്രസാദിക്കുമോ? ലോകം കണ്ടു എന്ന് വരികയില്ല, മനുഷ്യ പലരും അറിഞ്ഞു എന്ന് വരികയില്ല. പക്ഷേ രഹസ്യങ്ങൾ കാണുന്നൊരു ദൈവം ഉണ്ടല്ലോ. എല്ലാം നേരായി കാണുന്നവൻ, എല്ലാം ശരിയായി ധരിക്കുന്നവൻ. മനുഷ്യർ തെറ്റിദ്ധരിക്കും, പക്ഷേ ദൈവത്തിന് തെറ്റിദ്ധാരണയില്ല. എല്ലാം ശരിയായി കാണും, ഏറ്റക്കുറച്ചിലില്ലാതെ കാണും, കൃത്യമായി കാണും. രഹസ്യങ്ങൾ കാണുന്ന സർവജ്ഞനായ ക്രിസ്തു എൻ്റെ ജീവിതത്തെ കാണുമ്പോൾ എന്തിലെങ്കിലും ക്രിസ്തുവിൻ്റെ അവകാശത്തിൽപ്പെടാത്തതായി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ക്രിസ്തുവിൻ്റെ അവകാശത്തിൽപ്പെടാത്തത്. ക്രിസ്തുവിൻ്റെ അവകാശത്തിൽപ്പെടാത്തതാണെങ്കിൽ പിശാചിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. ക്രിസ്തുവിൻ്റെ അവകാശത്തിൽപ്പെടാത്തതായിട്ട് എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിശാചിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. പിശാച് അവകാശം പറയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോഴാണ് നമുക്ക് കുറ്റബോധം ഉണ്ടാകുന്നത്, പാവബോധം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നടക്കുന്നൊരു പ്രവൃത്തി അതാണ്. പാവബോധം തരുന്നു, കുറ്റബോധം തരുന്നു, തകർച്ച തരുന്നു. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ വളരെ മനോഹരമായൊരു സംഭവമുണ്ട്. അവിടെ ശൂലേമി എന്ന കന്യക, അവൾ അരമനയ്ക്കകത്ത്, ശലോമോൻ രാജാവിൻ്റെ അന്തഃപുരത്തിനകത്ത് അവൾ ഏതാണ്ട് ഒരു വീട്ടുതടങ്കിൽ എന്നവണ്ണം താമസിക്കുകയാണ്. അവളുടെ പ്രിയങ്കരനായ നല്ല ഇടയൻ, അവൻ രാത്രി അവളുടെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, തെരുതെരെ മുട്ടുന്നു. അവൾ കേൾക്കുന്നുണ്ട്. പാതി ഉറക്കത്തിലാണ്, പാതി മയക്കത്തിലുമാണ്. അവൾ കേൾക്കുന്നുണ്ട്, പക്ഷേ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. വേണ്ട, ഇപ്പോൾ എഴുന്നേൽക്കണ്ട. പക്ഷേ അവൾ കേൾക്കുന്നു, എൻ്റെ പ്രിയേ, എൻ്റെ സുന്ദരിയെ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. സ്നേഹത്തിൻ്റെ വാത്സല്യമൂലുന്ന വാക്കുകൾ നല്ല ഇടയൻ പറയുകയാണ്. ക്രിസ്തു മനുഷ്യഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ചിത്രമാണ് കാണിക്കുന്നത്. മനുഷ്യഹൃദയത്തിൻ്റെ വാതിൽക്കൽ, പൈശാചികൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദം, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. തുറക്കാൻ വിളിക്കുകയാണ്. ഹൃദയം തുറന്നു കൊടുക്കാൻ വിളിക്കുകയാണ്. ക്രിസ്തു വന്ന് മുട്ടുന്നു, നല്ല ഇടയൻ വന്ന് മുട്ടുന്നു. പക്ഷേ അവൾ മടിക്കുന്നു. എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, കിടപ്പറയിലേക്കുള്ള വസ്ത്രമേ ധരിച്ചിട്ടുള്ളൂ, ഇപ്പോൾ ഇത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? തന്നെയുമല്ല, എൻ്റെ കാൽ കഴുകി ഞാൻ കിടക്കയിൽ കിടക്കുകയാണ്, ഇനി വീണ്ടും കാല് താഴെ നിലത്ത് മുട്ടിച്ച് കാലിൽ അഴുക്ക് പറ്റുന്നത് എങ്ങനെയാണ്? എന്തെല്ലാമോ ചില ഒഴികഴിവുകൾക്ക് തോന്നുന്നു. വേണ്ട, ഇത്തിരി കഴിഞ്ഞോട്ടെ, വേണ്ട പിന്നെ ആകട്ടെ. ഹൃദയം ഉണർന്നാണ് ഇരിക്കുന്നത്,
എന്നാൽ ശരീരം മയങ്ങിക്കിടക്കുകയുമാണ്. കേൾക്കാം, ശബ്ദം കേൾക്കാം, മുട്ടുന്ന ശബ്ദം കേൾക്കാം. വായിച്ചേ ഉത്തമഗീതം 5:1 മുതൽ. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എൻ്റെ തേൻകട്ട തേനോടുകൂടെ തിന്നും, എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചുമിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവീൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവീൻ. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം, മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ സഹോദരി, എൻ്റെ പ്രിയേ, എൻ്റെ പ്രാവേ, എൻ്റെ നിഷ്കളങ്കയെ തുറക്കുക. എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ടും എൻ്റെ ശിരസ് മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുന്നു. കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. കുറുനിരകൾ, തലമുടിയുടെ കുറുനിരകൾ രാത്രിയിൽ പെയ്യും തുള്ളി കൊണ്ട് നനഞ്ഞിരിക്കുന്നു. ഞാൻ അങ്ങ് ഈ രാത്രിയും മഞ്ഞ് അണിഞ്ഞ്, ഈ രാത്രിയെ ഞാൻ കുളിർ സഹിച്ച് ഞാൻ നിന്നെ തേടി വന്നിരിക്കുകയാണ്. ഞാൻ കാടും മലയും കുന്നും താണ്ടി നിന്നെ തേടി ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയേ, എൻ്റെ സുന്ദരി, നീ എനിക്ക് വേണ്ടി തുറക്കുക. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യഹൃദയത്തിൻ്റെ വാതിൽക്കൽ ഒന്ന് മുട്ടുന്നു. യേശു ക്രിസ്തു വന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ കർത്താവ് വിളിക്കുന്നു. തുറക്കൂ, തുറക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അയ്യോ, ഞാനിപ്പോഴെങ്ങനെ തുറക്കും? അവൾ പറയുകയാണ്, എൻ്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു. അങ്കി ഞാൻ ഊരിയിരിക്കുന്നു. അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു. കഴുകിയിരിക്കുന്നു. അവയെ മലിനമാക്കുന്നത് എങ്ങനെ? മലിനമാക്കുന്നത് എങ്ങനെ? എൻ്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി. ഞാൻ കുറേ നേരം മുട്ടിയിട്ട് ഞാൻ തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ വാതിൽ പഴുതിൽ കൂടി എൻ്റെ പ്രിയൻ അവൻ്റെ കൈവിരലുകൾ അകത്തേക്ക് നീട്ടി. എൻ്റെ പ്രിയൻ വാതിൽ ദ്വാരത്തിൽ കൂടി കൈ നീട്ടി. എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. യോ കഷ്ടം! എൻ്റെ പ്രിയൻ വാതിൽ പഴുതിൽ കൂടി കൈ നീട്ടി. അവൻ്റെ കൈ ചതഞ്ഞ് വേദനിച്ചു. അവൻ്റെ കയ്യിൽ ചോര പൊടിച്ചു. അവൻ വാതിൽ പഴുതിൽ കൂടി കൈ നീട്ടിയപ്പോൾ അവൻ്റെ കയ്യിൽ മുറിവേറ്റു. എനിക്ക് വേണ്ടി അവൻ കൈ നീട്ടിയതാണ്. അവൻ വാതിൽ പഴുതിൽ കൂടി ഞെരുങ്ങി കൈ നീട്ടി. അവൻ എന്നെ വാത്സല്യപൂർവ്വം കെഞ്ചി വിളിക്കുകയാണ്. അയ്യോ, ഞാൻ നോക്കി, അപ്പോഴുണ്ട് ചോര ഒലിക്കുന്നു. വാതിൽ പഴുതിൽ അവിടെ ചോര ഒലിക്കുന്നു. എൻ്റെ പ്രിയൻ്റെ കൈ മുറിഞ്ഞ ചോര. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വളരെ മനോഹരമായ ചിത്രമാണ് അവിടെ നാം കാണുന്നത്. യേശു ക്രിസ്തു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന് മുട്ടിക്കൊണ്ട് നിന്നിട്ട് മനുഷ്യൻ തുറക്കാതാകുമ്പോൾ കർത്താവിൻ്റെ കരം മുറിയുകയാണ്. കർത്താവിൻ്റെ കരം മുറിഞ്ഞ് തിരുരക്തം ഒഴുകുകയാണ്. തിരുരക്തം ചാലുകളായി ഒഴുകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവൾ ചാടി എഴുന്നേറ്റു ചെന്നു വാതിൽ തുറക്കാൻ വാതിലിൻ്റെ പിടിയിൽ പിടിച്ചു. വാതിലിൻ്റെ പിടിയിൽ പിടിച്ചപ്പോൾ അവളുടെ കയ്യിൽ മൂറുണ്ട്, അവളുടെ കയ്യിൽ സുഗന്ധവർഗമുണ്ട്. ആ കയ്യിൽ പുരട്ടിരുന്ന സുഗന്ധമെല്ലാം വാതിലിൻ്റെ പടികളിന്മേൽ പൊതഞ്ഞു പിടിച്ചു. വായിക്കാം. എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും എൻ്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപടികളിൽ മേൽ പൊഴിച്ചു. എൻ്റെ കൈ മൂറും എൻ്റെ കൈവിരലുകൾ മൂറിൻ തൈലവും തഴുതുപടികളിൽ മേൽ പൊഴിച്ചു. ഞാൻ എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. എൻ്റെ പ്രിയന് വേണ്ടി തുറന്നു, എൻ്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയവാതിൽക്കൽ നിന്ന് അവിടുന്ന് സ്നേഹത്തോടെ കെഞ്ചി വിളിക്കുകയാണ്. അവിടുന്ന് നമ്മെ ഈ കാരാഗ്രഹത്തിൽ വിടുവിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ അരവനയിൽ നിന്ന് വിടുവിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഈ കാരാഗ്രഹത്തിൽ പൈശാചികൻ്റെ ആ ജയിലറയിൽ കിടക്കുന്നതിനെ വിടുവിക്കുവാൻ ക്രിസ്തു വന്നിരിക്കുകയാണ്. നീ അറിയുന്നില്ല നിനക്ക് മോചനം തരാനാണ് ക്രിസ്തു വരുന്നത് എന്ന്. നിനക്ക് സമാധാനകാലം തരാനാണ് വരുന്നത്, നീ അറിയുന്നില്ല. നിന്നെ സ്നേഹിച്ച് ക്രിസ്തു വന്ന് അവൻ്റെ കരം ആ വാതിൽപ്പഴുതിൽ കൂടി നീട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കരം മുറിയുന്നു. പ്രിയപ്പെട്ടവരെ, ആ കരം മുറിയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ ആ വേദന നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ ഹൃദയം മുറിയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹൃദയം വേദനിക്കുന്നത്. ഹൃദയം മുറിയുന്നു, ഹൃദയം തകരുന്നു. അപ്പോഴാണ് കുറ്റബോധം ഉണ്ടാകുന്നത്. കേൾക്കൂ, ഗൗരവേറിയ കാര്യം പറയാം. യേശു ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ മാത്രമേ കുറ്റബോധം ഉണ്ടാവുകയുള്ളൂ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ എനിക്ക് പാപബോധം ഉണ്ടാവുകയുള്ളൂ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി രക്തം ചിന്തിയെന്ന് ഞാൻ ഗ്രഹിക്കുമ്പോൾ മാത്രമേ എനിക്ക് പാപബോധം ഉണ്ടാവുകയുള്ളൂ. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, എനിക്ക് മോചനം തരുന്നതിന് വേണ്ടി, എന്നെ ശത്രുവായ പൈശാചികൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി ക്രിസ്തു ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി അവിടുന്ന് രക്തം ചിന്തി. അത് ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തകരുന്നത്. ഹൃദയം തകർന്ന് കരയുമ്പോഴാണ് യേശു അകത്തേക്ക് വരുന്നത്. കുറ്റബോധം ലഭിക്കുന്നു,
പാപബോധം ലഭിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാം. എൻ്റെ കർത്താവേ, ഇത്രയും കാലമായി നീ എൻ്റെ ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. ഇത്രയും കാലമായി നീ എനിക്ക് വേണ്ടി കാത്തിരുന്നു. നീ എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ഇത്രയും കാലം നീ എൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു അനാഥനെ പോലെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലർക്ക് അറിയാമല്ലോ. ഞാൻ ഒരു വയസ്സിലൊരു അപ്പൻ മരിച്ചു. ഞാൻ ദുഃഖിതനായി, നിരാശനായി, അഗതിയെപ്പോലെ, അനാഥനെപ്പോലെ പലപ്പോഴും കരഞ്ഞ്, അമ്മയുടെ കരച്ചിലിൽ പങ്കുചേർന്ന് ഞാനും കരഞ്ഞ് അങ്ങനെ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈയിടെ ചിന്തിക്കുകയായിരുന്നു, അന്ന് ഞാൻ നിരാശയോടെ കരഞ്ഞുകൊണ്ട് നടന്നപ്പോഴും യേശു എന്നെ കാണുന്നുണ്ടായിരുന്നുവല്ലോ, യേശു എൻ്റെ പിറകെ നടക്കുന്നുണ്ടായിരുന്നുവല്ലോ, എന്നെ ഒന്ന് ചാടിപ്പിടിക്കാൻ കർത്താവ് നോക്കുന്നുണ്ടായിരുന്നുവല്ലോ. ഞാനപ്പോൾ ഒരു നീതിമാനെ പോലെ നടക്കുകയാണ്. എനിക്ക് പാപമൊന്നുമില്ലെന്നാണ് എൻ്റെ ധാരണ. കാരണം പ്രകടമായ പാപമൊന്നുമില്ല, എനിക്ക് തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ ധാരണ. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, 2 നേരം നമസ്കാരമുണ്ട്, കൃത്യമായ പ്രാർത്ഥനയുണ്ട്, നോമ്പെല്ലാം കൃത്യമായി നോക്കുന്നുണ്ട്, ചിട്ടപ്പെട്ട ജീവിതമാണ്, അറിയപ്പെടുന്ന പാപങ്ങളിലൊന്നും കുടുങ്ങിയിട്ടില്ല, ഭാഗ്യവശാൽ ചീത്ത കൂട്ടുകെട്ടുകളുമില്ല. കൊള്ളാം, ഞാൻ നീതിമാനെന്ന് ഞാൻ ധരിച്ചു. അങ്ങനെ കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ തൊടാൻ പറ്റിയില്ല, കർത്താവിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല, കർത്താവിന് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല. ഞാൻ നീതിമാനായി നിൽക്കുകയാണ്. ഞാൻ ഒരു ഭക്തനെ പോലെ ഞാൻ സ്വയം ധരിച്ച് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ ധരിച്ച് നിൽക്കുന്നത്. ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിൽ പോകുമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടുന്ന് കാത്തു നിന്നു, അവിടുന്ന് പിറകെ നടന്നുകൊണ്ടിരുന്നു, അവിടുന്ന് മുട്ടി നിന്നു. ദൈവത്തിന് സ്തോത്രം. മുട്ടി ആ വാതിൽക്കൽ മുട്ടി അവൻ നിന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശുവിൻ്റെ ഹൃദയവാതിൽ മുട്ടുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എന്നിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതമോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ വിഷാദഭാവങ്ങളോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിലെ യാതനകളോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, എനിക്ക് ആ നിരാശയിൽ കഴിഞ്ഞ സമയത്ത് യേശുവിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല, യേശുവിനെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ക്രമത്തിന് നമസ്കാരങ്ങൾ ചൊല്ലുന്നുണ്ട്. പക്ഷേ ഹൃദയം തകർന്ന് കരയുന്നില്ല. ഹൃദയം തകർന്ന് ഞാൻ പാവിയാണെന്ന് പറഞ്ഞ് ഞാൻ കരയുന്നില്ല. പുറമേ പാവം ഇല്ലാത്തപ്പോഴും എൻ്റെ അകത്ത് അസൂയയും കുശുമ്പും ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എനിക്ക് ഭയങ്കരമായ കോപമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എനിക്ക് വാശിയും വഴക്കും പിണക്കവും ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എനിക്ക് ദുർവ്യാഗ്രഹമുണ്ട് എന്ന്, ആളുകളെ മാനിക്കണമെന്നുള്ള ചിന്തയുണ്ട് എന്ന്, അതൊന്നും പാവമാണെന്ന് പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ പാവമില്ലാത്തതിനെ പോലെ, നീതിമാനെ പോലെ ജീവിച്ചൊരു കാലം എൻ്റെ ഹൃദയം തകർന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എപ്പോഴോ ഒരു സമയത്ത് കർത്താവ് പിറകെ നടന്നുകൊണ്ടിരുന്നു. ഏതോ ഒരു സമയത്ത് കർത്താവ് എന്നെ കാത്തൊരിടത്ത് നിൽക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത സമയത്ത് ഞാനൊരു പാട്ട് കേട്ടു. ആ പാട്ട് അതിമനോഹരമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി അവിടുന്ന് വഴിയോരത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്ന് ആ പാട്ട് എന്നെ വല്ലാതെ ഇളക്കി. വഴിയോരത്ത് കാത്തു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വഴിയോരത്ത് അവൻ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ വരുന്നത് കാത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ അവനെ ഗവനിക്കാതെ കടന്നു പോവുകയായിരുന്നു. അവൻ ചാടിപ്പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ വചനം ഞാൻ കേട്ടു. അന്ന് രാത്രി വചനം കേട്ടപ്പോൾ ഞാൻ ആകെ വിറച്ചുപോയി. അന്ന് വചനം കേട്ടപ്പോൾ ഞാൻ ആകെ കുത്തുകൊണ്ടവനെ പോലെയായി. എൻ്റെ ഹൃദയം മുറിഞ്ഞു, എൻ്റെ ഹൃദയം തകർന്നു. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ലാസറിൻ്റെ കല്ലറയ്ക്ക് പുറമേ ഒരു ദുർഗന്ധവുമില്ല, കല്ലറയ്ക്ക് ഉള്ളിലാണ് ദുർഗന്ധം. ആ പ്രസംഗകൻ അത് പറഞ്ഞപ്പോൾ ചിലരുടെ ഉള്ളിലാണ് ദുർഗന്ധം, ഉള്ളിലാണ് പാപം, പുറമേ പാപമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ ഇരുന്ന് തകർന്ന് കരഞ്ഞു. തകർച്ച തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. തകരാൻ തുടങ്ങി. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഏതെല്ലാം നീതീകരണം പറഞ്ഞാലും എന്തെല്ലാം നന്മയുണ്ടെന്ന് തോന്നിയാലും നിങ്ങൾ കാണൂ, നിങ്ങൾ വിശ്വസിക്കൂ, ഞാനൊരു പാപിയായ മനുഷ്യനെന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ 17-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പാപബോധം ഇന്നും എന്നെ വിടാതെ തുടരുന്നുണ്ട്. 17-ാമത്തെ വയസ്സിൽ ഞാൻ പാപിയാണെന്ന് കണ്ടെത്തി. ഇന്നും അത് തന്നെയാണ് ഈ കാണാനുള്ളത്. ഞാൻ തികഞ്ഞില്ല, ഞാൻ പൂർണ്ണനായില്ല, ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല. ദൈവത്തിന് സ്തോത്രം. ഇനിയും എത്ര കാര്യങ്ങൾ തിരുത്താനുണ്ട്, എന്തെല്ലാമാണ് മാറാനുള്ളത്. യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കാൻ ഇനി എത്ര വളർന്നാൽ മതിയാകും. യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കാൻ, യേശുവിൻ്റെ ഛായ പ്രാപിക്കാൻ, യേശുവിൻ്റെ ഭാവം പ്രാപിക്കാൻ ഇനിയും എന്തെല്ലാം മാറ്റങ്ങൾ വന്നാൽ മതിയാകും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, ഇന്ന് ഞാനൊരു പാപിയായി നിൽക്കുന്നു, ഇന്ന് ഞാൻ മഹാപാപിയായി നിൽക്കുന്നു. എന്നാൽ പാപികളിലേക്കും ഒന്നാമനായി, പാപികളിലേക്കും പ്രധാനിയായിരിക്കുന്ന എന്നെ തേടി യേശു വന്ന് അവൻ്റെ അരുമകരം എന്നെ തൊട്ടു. അവൻ എന്നെ തൊട്ടു. അവൻ്റെ ഹൃദയവാതിൽക്കൽ
വാതിൽക്കൽ മുട്ടി. എൻ്റെ ഹൃദയവാതിൽ അവന് വേണ്ടി തുറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ അവൻ തള്ളി തുറന്നു എന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. അവൻ ബലം പ്രയോഗിച്ച് തുറന്നു. അവനകത്തേക്ക് അധികാരത്തോടെ കയറി വന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാർ, നിങ്ങൾ ഇന്ന് പറയണം, കർത്താവേ, നീ അധികാരത്തോടെ എഴുന്നള്ളി വരിക. ഞാൻ നിൻ്റെ സൃഷ്ടിയാണ്, നിൻ്റെ കൈപ്പണിയാണ്, നിൻ്റെ കരമാണ് എന്നെ മെനഞ്ഞത്, നിൻ്റെ കരമാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു. അധികാരത്തോടെ ദൈവോത്ര കടന്നു വരിക. നാഥ, നീ ഇന്ന് അധികാരത്തോടെ ഈ പാവപ്പെട്ടവൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരിക. ഈ പാവപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരിക. യേശുവേ, ഞാൻ നിൻ്റെ കൈപ്പണിയാണ്, ഞാൻ നിൻ്റെ വകയല്ലോ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സ്വന്തമല്ലോ, ഞാൻ നിൻ്റെ സ്വത്തല്ലോ. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ സർവ്വസ്വമല്ലോ, നീ എൻ്റെ സർവ്വസമ്പത്തല്ലോ. കർത്താവേ, നീ എഴുന്നള്ളി വരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വഴിയോരത്ത് കാത്തു നിൽക്കുന്ന ക്രിസ്തു ഇന്ന് നിങ്ങളെ കാണുകയാണ്, നിങ്ങളുടെ അരികത്തേക്ക് നടന്നു വരികയാണ്, നിങ്ങളെ തൊടുവാൻ കരം നീട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തൻ്റെ അവകാശമാക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ അവകാശമാകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലാകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കയറി വന്ന് അവിടെ ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ലജ്ജ കൂടാതെ ഞാൻ പറയട്ടെ, ഞാൻ ജീവിതം 17-ാമത്തെ വയസ്സിൽ സമർപ്പിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ അകത്തേക്ക് കർത്താവ് വന്ന് കടന്നു വന്നു, ശരിയാണ്. എന്നാൽ ചിലപ്പോഴെല്ലാം കർത്താവോടെ ശ്വാസം മുട്ടിയിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചിലപ്പോഴെല്ലാം ഈ വലിയ പുകയുള്ള മുറിക്കകത്തിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, അതുപോലെ കർത്താവ് വിഷമിച്ച് വേദനിച്ചിരുന്നിട്ടുണ്ട്, കർത്താവ് ഞരങ്ങിയിരുന്നിട്ടുണ്ട്, കർത്താവ് ദുഃഖത്തോടെ ഇരുന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനത് കാണുന്നുണ്ട്. ഇന്നതെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വേദനിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് അഭിമാനിക്കാനുള്ള പാരമ്പര്യം ഒന്നുമില്ല, അഭിമാനിക്കാനുള്ള വകയൊന്നും എനിക്കില്ല, എനിക്ക് പ്രശംസിക്കാനും ഒന്നുമില്ല. ആകെ എനിക്കുള്ളത്, യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു, യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു. ഇത് മാത്രമേ എനിക്ക് സ്വത്തായിട്ടുള്ളൂ. അത് മാത്രമാണ് എൻ്റെ സമ്പത്ത്. ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നാൽ യേശു എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. യേശു എൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടുന്നു. ഹൃദയവാതിൽക്കൽ യേശു മുട്ടുന്നു. എൻ്റെ പ്രിയന് വേണ്ടി ഞാൻ തുറന്നു. എൻ്റെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു. അശൂലയും പറയുകയാണ്, അയ്യോ, എൻ്റെ പ്രിയന് വേണ്ടി ഞാൻ തുറന്നു, എൻ്റെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു. അവൾ ഇറങ്ങി വാതിൽ തുറന്ന് പുറത്ത് കടന്നു. അർദ്ധരാത്രിയിൽ അവൾ ഗോപുരദ്വാരത്തിൽ കൂടി പുറത്ത് കടന്ന്, അവൾ ഗേറ്റും കടന്ന് അവൾ യെരൂശലേമിൻ്റെ ആ തെരുവിൽ കൂടി നടക്കാൻ തുടങ്ങി. പ്രിയനെ അന്വേഷിച്ചുകൊണ്ടുള്ള ഓട്ടമാണ്, പ്രിയനെ അന്വേഷിച്ചുകൊണ്ടുള്ള ഓട്ടം. എൻ്റെ കർത്താവേ, നീ എവിടെ പോയി? യേശുവേ, നീ എവിടെ പോയി? എൻ്റെ നല്ല ഇടയനെ, നീ എവിടെ പോയി? അന്വേഷിക്കുകയാണ്, അന്വേഷിച്ച് ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ നഷ്ടപ്പെടുത്തിയവരിവിടെ ഇരിപ്പുണ്ടോ? യേശുവിനെ നഷ്ടപ്പെടുത്തിയവർ, ഈ വാക്കുകൾ കേൾക്കുന്നവർ ഒരിക്കലും യേശുവിനെ കിട്ടിയവരാണ്. പക്ഷേ യേശു മുട്ടി നിന്നിട്ടും യേശുവിന് വേണ്ടി തുറക്കാത്തവർ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? എങ്കിൽ ഇതാ യേശു വന്ന് മുട്ടുന്നു, അരികത്ത് നിൽക്കുന്നു. നീ തുറന്നില്ലെങ്കിൽ അവൻ പോയി പോകും. അവൻ പോയി കഴിഞ്ഞാൽ പ്രിയനെ, നിനക്ക് നഷ്ടമാണ്. വാതിൽ കാവൽക്കാർ നിന്നെ പിടിക്കും, കാവൽക്കാർ നിന്നെ അടിക്കും, കാവൽക്കാർ നിന്നെ മൂടുപടം എല്ലാം കീറിക്കളയും, നിനക്ക് നഷ്ടം വരും. അങ്ങനെയാണ് ഉത്തമഗീതത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്. കാവൽക്കാർ എന്നെ കണ്ടു, അവർ എന്നെ അടിച്ചു, അവർ എന്നെ മുറിവേൽപ്പിച്ചു. നീ എന്തിനിറങ്ങി പോകുമെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. നീ ആരെ അന്വേഷിച്ച് പോകുമെന്ന് ചോദിച്ചു. നീ കൊള്ളരാത്തവളല്ലേ എന്ന് ചോദിച്ചു. പലരും എന്നെ തിരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ശൂലേമി അവൾ യെരൂശലേം നഗരത്തിൻ്റെ തെരുവിൽ കൂടി അവൾ അലഞ്ഞ് പോവുകയാണ്. ഇന്ന് നിങ്ങൾ യേശുവിനെ തേടി പുറപ്പെടുക, യേശുവിനെ തേടി പുറപ്പെടുക. ഇത്രയും കാലം നിങ്ങളുടെ ഹൃദയവാതിൽക്കൽ മുട്ടിക്കൊണ്ടു നിന്ന യേശു, നിങ്ങൾ വാതിൽ തുറക്കാത്തതുകൊണ്ട് അവൻ സങ്കടത്തോടെ അവൻ മാറിപ്പോവുകയാണ്. അവൻ ദൂരെ പോകുന്നതിന് മുൻപ് ഓടിച്ചെന്ന് അവൻ്റെ കാൽക്കൽ വീഴുക. യേശുവേ, ഞാനിതാ വരുന്നു, നിൻ്റെ കാൽക്കൽ വീഴുന്നു. നാഥാ, നീ പോകല്ലേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഈ അന്തരംഗത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ, അകത്ത് വാഴണമേ, എന്നെ നിൻ്റെ സ്വന്തമാക്കി തീർക്കണമേ, എന്നിൽ നീ വാഴണമേ, എന്നിൽ നീ വസിക്കണമേ, എന്നെ നീ ഭരിക്കണമേ, എന്നെ നീ നിയന്ത്രിക്കണമേ, എൻ്റെ ഭാവി നീ ഏറ്റെടുക്കണമേ. കൊടുക്കൂ പ്രിയനെ നിൻ്റെ ജീവിതം. സ്നേഹിത, കൊടുക്കൂ നിൻ്റെ ഹൃദയം. യേശുവേ, ഇതാ ഞാൻ നിൻ്റെ വക. പറയൂ, യേശുവിനോട് പറയൂ, മകളെ, നിൻ്റെ ഹൃദയം യേശുവിന് കൊടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കൂ. യേശുവിനിൽ വരട്ടെ, യേശുവിനിൽ വാഴട്ടെ, യേശുവിനെ അനുഗ്രഹിക്കട്ടെ, നിൻ്റെ ബന്ധനങ്ങളിൽ അഴിച്ചു കളയട്ടെ, എല്ലാ കെട്ടുകളും പൊട്ടിച്ചു കളയട്ടെ, പൈശ
പൈശാചിക ബാധകൾ മാറ്റട്ടെ, ദുഷ്ടൻ്റെ ശാപങ്ങൾ നീക്കട്ടെ, കുടുംബത്തിന്മേലുള്ള ശാപദോഷങ്ങൾ മാറ്റട്ടെ, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറയായുള്ള അനുഗ്രഹങ്ങൾ നിനക്ക് കൈവരട്ടെ, തലമുറയായുള്ള അനുഗ്രഹങ്ങൾ നിൻ്റെ മേൽ വന്ന് വാഴട്ടെ. ദൈവത്തിന് സ്തോത്രം. മക്കളും മക്കളുടെ മക്കളും അനന്തര തലമുറകളും ക്രിസ്തുവിന് വകയായി തീരട്ടെ. സ്വർഗീയ ശാന്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരട്ടെ. സ്വർഗീയ സ്നേഹം കുടുംബത്തിൽ വാഴട്ടെ. കുടുംബം സ്വർഗമായി മാറട്ടെ. ഹല്ലേലൂയ. ഒരു കൊച്ചു സ്വർഗം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമായി തീരുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കുടുംബം സ്വർഗമാകാൻ, കുടുംബം സന്തോഷമാകാൻ, നിങ്ങളുടെ ഭാവി ശോഭനമാകാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി വരാൻ, അവരുടെ പഠിത്തം നന്നാകാൻ, അവർ നല്ല ശോഭനമായ ഭാവി നേടിയെടുക്കാൻ, ഭാസുരമായ ഭാവിയിലേക്ക് കുതിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ നിങ്ങളുടെ ജീവിതം. അവനോട് പറയൂ, കർത്താവേ, ഇനി ഞാൻ എൻ്റെ അല്ല, നിൻ്റെയാണ്. ദൈവത്തിന് സ്തോത്രം. ഐ ബിലോങ് ടു ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്. ഇനി എൻ്റെ മേൽ എനിക്കല്ല അവകാശം, നിനക്കാണ്. നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കൊടുക്കൂ നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക്. യേശുവിനോട് പറയൂ, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ, ഞാൻ യേശുവിൻ്റെ വകയായി ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തീരുമാനിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് വാക്ക് പറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ ജീവിതം ഫലമേൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് കൈയോട് കൈ ചേർത്ത്, ദൈവമേ, തോളോട് തോൾ ഉരുമ്മി, ദൈവത്തിന് സ്തോത്രം, മെയ്യോട് മെയ്യ് അണഞ്ഞ് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം. ഒരുമിച്ച് വേല ചെയ്യാം. അവിടെ സഭാഭേദം വേണ്ട, സമുദായ വ്യത്യാസം വേണ്ട, കക്ഷി പരിഗണന വേണ്ട, മതം മാറ്റം വേണ്ട, സമുദായ മാറ്റം വേണ്ട. പ്രിയപ്പെട്ടവരെ, അവിടെ മാറേണ്ടത് ഹൃദയമാണ്. ഹൃദയം മാറും. ദൈവത്തിന് സ്തോത്രം. ഹൃദയം മാറും. ഹൃദയം മാറുമ്പോൾ അവിടെ സ്നേഹമാകും. സ്നേഹം വരുമ്പോൾ അവിടെ സ്വർഗമാകും. സ്വർഗമാകുമ്പോൾ അവിടെ പുനരുത്ഥാനം ഉണ്ടാകും. ഹല്ലേലൂയ. പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. ക്രിസ്തുവിനുള്ളവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ അർഹിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഈ വചനം കേട്ട മക്കളെ എല്ലാവരെയും വാഴ്ത്തണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരുടെ മേലും തർക്കരം വയ്ക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തവരിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.